നമസ്കാരം. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ വീഡിയോ ഞാനത് ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് കാര്യമായിട്ട് അതിനെപ്പറ്റി അറിയില്ല. നമ്മൾ മറ്റൊരാളുടെ പേര് പരാമർശിക്കാൻ പാടില്ല, ഡിഫമേഷന് വേണ്ടി കേസെടുക്കും എന്നൊക്കെ ഒരു പ്രമുഖ നടൻ പറയുന്നത് കേട്ടു. അപ്പോൾ എനിക്കും പേടിയായി. എന്താ ചെയ്യുന്നതെന്ന് അറിയില്ലല്ലോ. പണവും സ്വാധീനവും ഉണ്ടെങ്കിൽ നമുക്ക് ഈ നാട്ടിൽ എന്തും ചെയ്യാമെന്ന് കുറേ പേര് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാനിതിപ്പോൾ കുറേ പോയിൻറ്റ്സൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടാണ്. കാരണം ഒരാളെ നമ്മൾ ഇകഴ്ത്തി കാണിക്കരുത്. പക്ഷേ അതേസമയം എനിക്ക് പറയാനുള്ള സത്യങ്ങൾ പറയാൻ വേണം. കാരണം ഞാനങ്ങനെ ഭയപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല. കാരണം ഞാൻ ഈ പ്രമുഖ നടൻ, നമുക്ക് അയാൾ എന്താ വിളിക്കുക ഇപ്പോൾ? അണ്ണ. ഈ അണ്ണൻ പണ്ട് ഇദ്ദേഹം ഒരു തട്ടിപ്പാണോ ഒരു ഫ്രോഡാണോ എന്നൊക്കെ ഉള്ളതിന് ഉത്തമ ഉദാഹരണങ്ങൾ നമ്മുടെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ അറിയാം. ഇദ്ദേഹത്തിന് ഒരു ഡോക്ടർ പദവി കിട്ടിയിരുന്നു. അത് വലിയ ആഘോഷമായിട്ട് പറഞ്ഞിരുന്നു. ഒരു പ്രസ് മീറ്റിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ യൂട്യൂബിൽ വീഡിയോസൊക്കെ കിടക്കുന്നുണ്ട്. അതിനുശേഷം അത് കാശ് കൊടുത്ത് വാങ്ങിയതാന്ന് തെളിഞ്ഞു. ദെൻ ഞാൻ അതിനുശേഷം കഴിഞ്ഞ ആഴ്ചയിലെന്തോ ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ ഒരു ലേഡിയുടെ ഏതൊരു വീഡിയോ ആണ്. അതിൽ പറയുന്നുണ്ട്, സിനിമ ആക്ടേഴ്സിനാണെങ്കിൽ ഫ്രീ ആയിട്ട് കിട്ടും ഈ ഡോക്ടറേറ്റ്. ഇവിടെ ഷാറുഖ് ഖാന് കിട്ടിയ പോലത്തെ പരിപാടി ഫ്രീ ആയിട്ട് കിട്ടുന്നു. ഷാറുഖ് ഖാന് കിട്ടിയത് എന്തോ നല്ല സംഭവമാണ്. ഇദ്ദേഹത്തിന് നമ്മൾ സാധാരണക്കാരൊക്കെ പോയി ചോദിച്ച് ഒരു അവാർഡ് തരൂ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് 40,000 കൊടുക്കേണ്ടി വരും കേട്ടോ. ഇതിന് 40,000. ഓക്കെ, 40,000. അപ്പോൾ ഡോക്ടർ പദവി കഴിഞ്ഞു. പിന്നെ ഇദ്ദേഹം ഈ പ്രമുഖ ആക്ടർ, ഞാൻ ഇത്രയും കാര്യങ്ങൾ വെളിപ്പെടുത്തലൊക്കെ പറയുമ്പോൾ എന്നെ അറിയില്ല എന്ന് പറയുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടത്തെ ഈ ആക്ടറിൻ്റെ കുറേ ബർത്ത്ഡേ വീഡിയോസൊക്കെ ഉണ്ട്. അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും. പിന്നെ ഈ ആക്ടർ ഒരു സർജറി ഇതായിട്ട് അമൃതയിൽ അഡ്മിറ്റ് ആയിരുന്നു. ആ സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാനാണ് നിന്നിരുന്നത്. അപ്പോൾ അതിൽ മീഡിയക്കാരൊക്കെ അറിഞ്ഞ സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇൻ്റർവ്യൂവിലൊക്കെ എൻ്റെ ഫേസ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാനും പറയുന്നുണ്ട് ആൾക്ക് കുഴപ്പമൊന്നുമില്ല, ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ ആ സമയത്ത് ഒരു കോമഡി എന്ന് പറയുന്നത് നമ്മുടെ ആറാട്ടണ്ണൻ അറിയാലോ. അദ്ദേഹം ഇവിടെ ഈ നടൻ്റെ അടുത്ത് വന്നിട്ട് എന്നെ പരിചയമുണ്ട്, ഞാനവിടെ ഉള്ളതാണല്ലോ. ഇപ്പോഴും ഇദ്ദേഹത്തിന് വാതിൽ തുറന്ന് കൊടുക്കുന്നത്, ഈ പറഞ്ഞ ബിഹൈൻഡ് വുഡ്സിനും ഈ പറഞ്ഞ ആൾക്കാർക്ക് വാതിൽ തുറന്ന് കൊടുക്കുന്നത് ഞാനാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് ആറാട്ടണ്ണനെ അറിയാം. ആ ആറാട്ടണ്ണൻ്റെ വാക്ക് കാരണം ഈ പറഞ്ഞ ആക്ടർ തന്നെ ഒരു വട്ടം എന്താ പറയുക, അദ്ദേഹം ഒരു മെൻ്റൽ പേഷ്യൻ്റാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അസുഖങ്ങളുള്ള ഒരാളാണെന്ന് പ്രൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് വൺസ്. ഈ തോക്ക് കേസിലൊക്കെ ഉണ്ട് കേട്ടോ അദ്ദേഹം. അപ്പോൾ അങ്ങനെ പ്രൂവ് ചെയ്തുകൊണ്ട് ഈ ആറാട്ടണ്ണൻ എന്നെ ഈ വിവരം അറിഞ്ഞു, ഈ ആക്ടറിൻ്റെ കാര്യം അറിഞ്ഞിട്ട് ആറാട്ടണ്ണൻ എന്നെ വിളിക്കുന്നത് അല്ല, ഞാനാണ് അങ്ങോട്ട് വിളിക്കുന്നത്. ഞാൻ വീഡിയോയിൽ അപ്പോൾ നമ്മൾ റീസെൻ്റായിട്ട് നമ്മൾ നോക്കുകയാണ് എന്താണ് ഈ ആക്ടറിൻ്റെ ഗതി, എന്താണ് സോഷ്യൽ മീഡിയ പറയുന്നത് നമ്മൾ നോക്കിയപ്പോൾ ആറാട്ടണ്ണൻ്റെ ഒരു ബൈറ്റ്. ഇദ്ദേഹം ഞാൻ അവിടെ ചെല്ലുമ്പോൾ എപ്പോഴും കുടിയാണ്, അവിടെ ഒരാളല്ല പല ആൾക്കാർ കാണാറുണ്ട് എന്ന് പറയുന്നു. ആറാട്ടണ്ണൻ ചിലപ്പോൾ എന്നെ കണ്ടറിയായിരിക്കും. അപ്പോൾ ഇത് കണ്ടിട്ട് ഞാൻ ആറാട്ടണ്ണനെ തിരിച്ചു വിളിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, എന്താണോ താൻ അങ്ങനെ കാണിച്ചത്, താൻ നമ്മുടെ കൂടെയൊക്കെ ഇരുന്ന് മദ്യപിക്കുക. അയാൾ മദ്യപിച്ചിട്ടില്ല കേട്ടോ. അദ്ദേഹം നമ്മുടെ അടുത്ത് വന്ന് നിങ്ങളെ വിശ്വസിച്ചല്ലേ നമ്മൾ റൂമിൽ കയറ്റിയത്, വീട്ടിലോട്ട് കയറ്റിയത്. എന്നിട്ട് താൻ അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? ഒരാൾ അങ്ങനെ ഒരു രോഗാവസ്ഥയിൽ കിടക്കുമ്പോൾ അദ്ദേഹം ഭയങ്കര കുടിയായിരുന്നു എന്ന് പറയാൻ പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആറാട്ടണ്ണൻ എന്നോട് പറയാ, അന്ന് ഞാനത് മാറ്റി പറയട്ടെ എന്ന്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാളെ പറ്റി നമ്മൾ എന്താ പറയുക? അത് വിട്ടേക്ക് കേട്ടോ, അടുത്ത കേസ് പറയാം. പിന്നെ ഈ നമ്മൾ പണ്ട് ഒരു പുരാവസ്തു തട്ടിപ്പിൻ്റെ ഒരാളുടെ കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്ന കുറേ അധികം സാധനങ്ങൾ ഇദ്ദേഹത്തിൻ്റെ അവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ സഹോദരി എലിസബത്തും അത് കണ്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനു മുമ്പ് ഞാനൊരു സഹോദരിയായിട്ട് കണ്ടിട്ടുള്ള അമൃതയും അത് കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല. ഓക്കെ, അവർ കണ്ടിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. പിന്നെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, കൊല്ലത്തൊരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അമൃത ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ പോയി. അപ്പോൾ ആ സമയത്ത് അവിടെ ബഹുമാനപ്പെട്ട MLA ആരിഫ് അവരെ അവിടെ ഇദ്ദേഹത്തിന് വേണ്ടി പോസ്റ്റാക്കിയിരിക്കുക. അദ്ദേഹത്തിന് വരെ പോസ്റ്റാക്കാൻ അപ്പോൾ ഞാൻ പറഞ്ഞു, എല്ലാവരും അവിടെ വെയിറ്റിംഗ് ആണ്, നമുക്ക് പോവാം എന്ന് പറയുമ്പോൾ, പതിയെ ചെന്നാലേ വെയിറ്റ് ഉണ്ടാകുള്ളൂ, അവൻ വേണമെങ്കിൽ അവിടെ ഇതാവട്ടെ എന്നാണ് ഈ പറഞ്ഞൊരു സുപ്രധാന താരം. ഇദ്ദേഹം ഒരു കംപ്ലീറ്റ് ആക്ടറാണ് കേട്ടോ. നമ്മുടെ ലാലേട്ടൻ്റെ പോലത്തെ ആക്ടറല്ല ഇദ്ദേഹം, തിരശ്ശീലയിലല്ല ലൈഫിലാണ് ആക്ടർ. ഓക്കെ, ഞാൻ പറയാനുള്ളത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരാൾക്കും അമർഷം തോന്നും. കാരണം സ്ത്രീ നിയമത്തെപ്പറ്റി, സ്ത്രീകൾക്കുള്ള സുരക്ഷയും നിയമത്തെയും പറ്റി വളരെയധികം സംസാരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു നാടാണ് കേരളം, ഈ സമൂഹം. എന്നിട്ട്
ഇവിടെ ചിലപ്പോൾ എന്താ നമ്മളൊരു കീഴ്വായു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് എന്തൊക്കെ ചെയ്യുന്നത് നമുക്കറിയാൻ പറ്റില്ല. അതായിരിക്കും നാളത്തെ ഇവിടെ മാപ്രകളുടെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം. ഞാൻ മാപ്രകളെ കുറ്റം പറയുന്നതല്ല. എന്തുകൊണ്ടാണെന്ന് അറിയോ, ഇത്രയും ദിവസം കഴിഞ്ഞ ഞാൻ മാർച്ചോടെയാണ് എൻ്റെ സഹോദരി എലിസബത്തിൻ്റെ വീഡിയോ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുവരെ കണ്ടു കഴിഞ്ഞിട്ട് ഒന്നോ രണ്ടോ മൂപ്പൻ വ്ളോഗ്സ്, അതേപോലെ അനന്തു, അദ്ദേഹത്തിൻ്റെ പേരൊക്കെ ഒരു സുപ്രധാന നടൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഡിഫമേഷൻ കേസ് വരുമെന്ന് പറഞ്ഞിട്ട്. എലിസബത്ത്, അങ്ങനെ കുറച്ച് പേര്, ചെകുത്താൻ, സാത്താൻ, പിന്നെ എന്തൊരു ബീവി, അങ്ങനെ എന്തോ പറഞ്ഞു, കുറച്ച് ഞാൻ എല്ലാം കണ്ടിട്ടില്ല, കുറച്ച് പേര് ഇവർ പോസ്റ്റ്. അപ്പോൾ ഇവരുടെ കുറച്ച് പേരുകൾ മാത്രം എടുത്തു വെച്ചിട്ട് എന്താണ് ഉദ്ദേശം? ഒന്നുമില്ല. ചാനൽ കൂട്ടിക്കുക, അല്ലെങ്കിൽ അവർക്കെതിരെ പറയുന്ന ആളുകളുടെ വാ പൊത്തുക, ഇത് മാത്രമേ ഉള്ളൂ. ഇത് കണ്ടിട്ട് ഈ മാധ്യമ പ്രവർത്തകർ, ഞാൻ ആലോചിക്കുക, ഒരു കമ്മീഷണർ ഓഫീസിൻ്റെ പുറത്തോട്ട് വന്നിട്ട് അതിന് പുറത്ത് നിന്ന് ഓപ്പണായിട്ട് പറയാണ് തല്ലും പില്ലും എന്തൊക്കെ ചെയ്യുന്നത്. അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞിട്ട് ഇടയ്ക്ക് വെച്ച് നിർത്തുന്നുണ്ട് പല സ്ഥലത്തും. ഒരു പക്ക ഡ്രാമ. ഈ സുപ്രധാന നടൻ പണ്ടൊരു പടം ചെയ്തിട്ടുണ്ട്, അത് ഫ്ലോപ്പായിരുന്നു. അതേപോലെ തന്നെയായിരുന്നു ഡ്രാമ പൊട്ടിപ്പോയി എന്നാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് എങ്ങനെയാണ് മിണ്ടാതിരിക്കുന്നത്? ഞാൻ ഇദ്ദേഹത്തിനെ പൈസ വാങ്ങാനും ഇതിന് വേണ്ടിയിട്ട് നല്ല തന്നെ എനിക്കൊരു പ്രോജക്റ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ ഇത്തരത്തിൽ വാക്കിന് നെറിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയുടെ കൂടെ നിന്ന് പടം ചെയ്താൽ അത് അവിടെ എത്തും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇതിൽ നിന്ന്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും കേട്ടപ്പോൾ എനിക്ക് അത്ര ഒരു പ്രോജക്റ്റിൽ അദ്ദേഹത്തിൻ്റെ കൂടെ പങ്കെടുക്കണമെന്ന് തോന്നിയില്ല. ഈ പറഞ്ഞ സുപ്രധാന നടൻ എന്നാണോ റൂമിലേക്ക് ഷിഫ്റ്റ് ആവുന്നത്, ആ ദിവസം എൻ്റെ സഹോദരി എലിസബത്തിൻ്റെ അതുവരെയുള്ള കണക്കും കാര്യങ്ങളും എല്ലാം തന്നെ കൊടുത്തിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. ആ പോകുന്ന സമയത്ത് ഞാൻ ഒരു വാക്കും പറഞ്ഞു, മോളെ ഇവിടെ നിന്ന് പണി കിട്ടും, 8ൻ്റെ പണി വരുന്നു. അന്ന് അവർ കേട്ടില്ല, അവരെ ചിലപ്പോൾ ബുദ്ധിശൂന്യതയായിരിക്കാം. കിട്ടുമ്പോൾ അവർക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഓക്കെ. ഈ സുപ്രധാന നടൻ പറഞ്ഞത്, എൻ്റെ സഹോദരി ഇനെ അവിടെ കാണാണ്ടായപ്പോൾ എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത്, അവൾ എന്നെ പാറ്റേജ് 25 ലക്ഷം കണ്ടാവില്ല പോയിട്ടാ എന്നാണ് പറഞ്ഞത്. ഞാനിപ്പോൾ ഇങ്ങനെ പല ആൾക്കാരുടെ ശബ്ദമൊക്കെ എടുക്കട്ടെ, അത് ക്ലിയർ ആവുന്നുണ്ടോയെന്ന് അറിയില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ നാട്ടിലിപ്പോൾ. സംസാരിക്കാൻ പറ്റില്ല, ഒരു കാര്യം സംസാരിക്കാൻ പറ്റില്ല. സത്യം കണ്ടാലൊന്നും വിളിച്ചു പറയാൻ പറ്റാത്തൊരു നാടായി മാറി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇവിടെ എല്ലാവരും ഇല്ല, പണത്തിനാണ് ഇവിടെ വില എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഞാനീ പറഞ്ഞില്ലേ, ഞാനീ പറയുന്ന ഈ യൂട്യൂബ് ചാനൽ വരെ നാളെ ഉണ്ടാവുമെന്ന് അറിയില്ല. ഈ കാണുന്ന നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് എത്ര സ്ഥലത്തേക്ക് ഇത് ഷെയർ ചെയ്യാൻ പറ്റുമോ ഒരുപാട് പേര് ഷെയർ ചെയ്തിട്ടുണ്ട്. മൂപ്പൻ ബ്ലോഗ്സും ഒരുപാട്, ഞാൻ കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. സീക്രട്ട് ഏജൻറ്റ് സമ്മതിച്ചിട്ടുണ്ട്. ഞാൻ സീക്രട്ട് ഏജൻറ്റിൻ്റെ പേര് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം തോക്ക് കണ്ടിട്ടുണ്ട്. തോക്കാണ്, ഓലപ്പടക്കല്ല, തോക്ക്. ഒരാളെ കളിത്തോക്ക് കൊണ്ട് പോലും ചൂണ്ടുന്നത് തെറ്റായിട്ടുള്ള നാട്ടിൽ തോക്ക്. പണം മതിയെന്ന്, പവർ മതിയെന്ന്. അല്ലെങ്കിൽ പിന്നെ കുറേ ആൾക്കാരുണ്ട് യൂട്യൂബ്. എനിക്കറിയില്ല എലിസബത്ത് ഇവിടെ ഇത്രയും നേരം തൊള്ള തുറന്നിട്ടും ഈ കരഞ്ഞിട്ടും വിലപിച്ചിട്ടും ഒന്നും കിട്ടാത്തൊരു നീതി എങ്ങനെയാണ് കമ്മീഷണർ ഓഫീസിൻ്റെ മുമ്പിൽ കറക്റ്റ് അദ്ദേഹം കംപ്ലൈൻറ്റ് കൊടുത്ത് വരുമ്പോൾ, എനിക്കറിയില്ല ഇതെങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. ഇതൊക്കെ പ്ലാൻഡ് ആയിട്ടുള്ളൊരു കാര്യം. അതിൻ്റെ മുമ്പിൽ നിന്ന് വെല്ലുവിളിക്കുകയാണ് നിയമത്തിനെ. എടി പോടി എന്നൊക്കെ വിളിക്കുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുന്നത്. എന്താണല്ലേ നാട്? ഇതൊക്കെ കണ്ടിട്ടാണ് ഞാൻ പ്രതികരിക്കുന്നത്. പിന്നെ ഞാൻ അവിടുന്ന് ഇത് കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഈ കണക്കും കേസും കാര്യങ്ങളെല്ലാം കൊടുത്ത് എലിസബത്തിന് കൊടുത്തിട്ട് ഞാൻ തിരിച്ചു പോന്നപ്പോൾ എനിക്കെതിരെ പറഞ്ഞത് എന്താണെന്നറിയോ? ഞാൻ പീഡകനാണ്, എനിക്ക് പെണ്ണ് കൂട്ടി കൊടുക്കലാണ് പരിപാടി. ഞാൻ അദ്ദേഹത്തിൻ്റെ കുറേ കാശ് തട്ടിച്ചുകൊണ്ട് പോയിരുന്നു. ഡോണറിൻ്റെ കേസിൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് 1 രൂപ പോണെങ്കിൽ ചില വാക്കുകളൊന്നും ഇവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. എനിക്ക് അദ്ദേഹത്തിൻ്റെ കാശ് കണ്ടിട്ടല്ല ഞാൻ നോക്കിയത്. ആ സുപ്രധാന നടൻ, എ കംപ്ലീറ്റ് ആക്ടർ, അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ? എനിക്ക് ഏതെങ്കിലും ഒരു പടം ചെയ്താൽ മതി, എന്തെങ്കിലും ചെയ്ത് ഞാൻ എന്താണെന്ന് പ്രൂവ് ചെയ്യാൻ എനിക്കറിയാം. ആ രീതിയിലാണ് ഞാൻ മാത്രം ഉദ്ദേശിച്ചാണ് ഞാൻ അദ്ദേഹത്തിലോട്ട് എത്തുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഒരു നാട്ടിൽ എന്താണ് പറയുന്നത്? എലിസബത്ത് ഇവിടെ ഇരുന്ന് കരഞ്ഞിട്ട് ഒരാൾ പോലും ഒരു കാര്യത്തിനോ സ്വമേധയെ കേസെടുക്കാവുന്ന എത്രയോ വകുപ്പുകളുണ്ട്. ഒരു സ്ത്രീ എന്നെ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ റേപ്പ് എന്നുള്ള വാക്കൊന്നും പറയാൻ പാടില്ല. അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ ഒരു സ്ത്രീയെ ഇരുന്ന് പറയാണ്, ലൈവായിട്ട് പറയാണ് അവർ. ഇങ്ങനെയൊക്കെ ഞാൻ അനുഭവിച്ചു എന്ന് പറഞ്ഞാൽ എവിടെ നീതി? ഇതാണോ കാവ്യനീതി? അല്ല. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത്. പിന്നെ ഞാൻ കമൻസ് കുറച്ച് വായിച്ചിരുന്നു, അപ്പോൾ അതിലെന്തുകൊണ്ടാണ് പറയുന്നത് ഞാൻ വ്യക്തമായിട്ട് പറയുന്നു. ഇതെല്ലാം നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഒരാൾ, ഞാനിപ്പോൾ ഇത് എവിടെയെങ്കിലും പോയി പറഞ്ഞാൽ എനിക്കറിയില്ല അവിടെ എന്തൊക്കെ നടക്കും. ഒരു കോടതിയുടെ പേപ്പറിൽ വരെ, ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ കാലത്ത് നാട്ടിൽ പല നടക്കും. കോടതിയുടെ പേപ്പറിൽ വരെ പേപ്പർ മാറ്റുക, വ്യാജ സൈൻ ഇടുക, ഇത്തരം പരിപാടികൾ നടക്കുന്ന ഒരു നാട്ടിൽ ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കൊടുക്കുന്നത്? എനിക്ക് പേടിയാണ്. ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണോ ആ പേപ്പറിൽ വരാമെന്ന് എനിക്ക് ഉറപ്പില്ല. ഞാൻ പറയുന്ന ഒരു വാക്ക് മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ സംഭവം മാറും. ചിലപ്പോൾ ഞാൻ പ്രതിയാവും. അപ്പോൾ ഇത്തരം ഒരു നാട്ടിൽ നമുക്കൊരു സുരക്ഷയില്ല.
സ്ത്രീകൾക്ക് ഒട്ടുമില്ല എന്ന് ഞാൻ പറയുന്നു. ഇനിയിപ്പോൾ എൻ്റെ കാര്യം അറിയാം, ഞാനിപ്പോൾ ഞാൻ എത്ര നാളുണ്ടാവും, വണ്ടി ഇടിച്ചാണോ ചാവണേ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. തോക്കുകൊണ്ടൊക്കെ വെടികൊണ്ട് ചാവുകയാണെങ്കിൽ പൊളിച്ച്. ഇന്ന് വരെ ഞാൻ ആദ്യമായിട്ട് തോക്ക് കാണുന്നത്. ഞാൻ തോക്കുകൊണ്ടാണ് ഞാൻ ചാവണമെങ്കിൽ ഒരു RIP ലിജേഷ് ബ്രോ എന്ന് പറഞ്ഞ് എല്ലാവരും അടിച്ചേക്കണം കേട്ടോ. ഈ ചിരിച്ചിരിക്കുന്ന ഈ ഫോട്ടോ വെച്ചാൽ മതി. അപ്പോൾ ഞാൻ പറ്റിച്ചു പോയി. ഇങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെയാണ്. ഒരാൾക്കെതിരെ നമ്മൾ പ്രതികരിക്കാൻ നിന്ന് എന്താ ഉണ്ടാവുന്നത്? നമ്മളെ വ്യാജ കേസിൽ കൊടുക്കുക. ഈ ചെകുത്താന്ന് പറഞ്ഞ ആൾ പറഞ്ഞു, അജുന് എന്താണ് കുഴപ്പം? അദ്ദേഹത്തിനെ കണ്ടിട്ട് അയാളുടെ രൂപത്തിനെ വിലയിരുത്തിയിട്ട്, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന വാക്കുകൾ വിലയിരുത്തിയിട്ടാണോ? അയാൾ പറയുന്നത് സത്യമല്ലേ? അതൊന്നും നോക്കാനിവിടെ ആരുമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റിയെങ്കിൽ നിങ്ങളൊരു പ്രസ് മീറ്റിലേക്ക് ഇത് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്ക് എങ്ങനെ അവിടേക്ക് എത്തേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ വിളിച്ച എത്ര മാധ്യമക്കാർ വരുമെന്ന് എനിക്കറിയില്ല. ഇനി ഈ മാധ്യമക്കാർ ഒരു പ്രസ് മീറ്റ് വെച്ചിട്ട് അവിടേക്ക് എനിക്ക് എത്താൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല. അഥവാ എത്തി ഞാനെല്ലാം പറഞ്ഞ് ഞാൻ തിരിച്ചു വരുമെന്ന് പോലും എനിക്കറിയില്ല. എനിക്ക് ഭീഷണിയുണ്ട്. ഞാനീ പറഞ്ഞ ഒരു സുപ്രധാന നടൻ്റെ ഞാൻ ഇതിനു മുമ്പ് ഒരൊറ്റ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതിൻ്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല എന്ന് വെച്ചിട്ട് എനിക്കത് റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്, ഞാൻ കണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഒരു തെളിവ് എവിടെയെന്ന് വെച്ച് ഞാൻ ഫോട്ടോ ഒന്നും എടുത്ത് വെച്ചിട്ടില്ല. ഞാൻ കണ്ട കാര്യം ഇതെവിടെയും പറയും. ഞാൻ ഏത് നിയമവ്യവസ്ഥയും മുമ്പിലും പറയാൻ ഞാൻ തയ്യാറാണ്. പോലീസിനോടാണെങ്കിലും ബഹുമാനപ്പെട്ട കോടതിയിലും എവിടെയും ഞാൻ പറയാൻ തയ്യാറാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു സ്വാധീനം വെച്ചിട്ട് നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അട്ടിമറിക്കപ്പെടുമെന്ന് വരെ എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ഇങ്ങനെ പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിട്ടുള്ള ആളാണ്. എനിക്ക് പല കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം എന്താണ് സംഭവിക്കുന്നത്. ഇനി ഇങ്ങനത്തെ ഒരു സംഭവം ഒരാൾക്ക് സംഭവിക്കരുത്. ഇപ്പോൾ ഈ പറഞ്ഞ എൻ്റെ സഹോദരി എന്ന് പറയുന്ന എലിസബത്തിനും അതിനു മുമ്പ് വിക്റ്റിമായിട്ടുള്ള കുറേ പേരുണ്ട്. നിങ്ങൾക്കറിയാം. ഞാൻ ആരുടെ പേരൊന്നും എടുത്ത് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. അപ്പം അവർക്കും. പിന്നെ എൻ്റെ ഉദ്ദേശം ഇത് മാത്രമേ ഉള്ളൂ. പണവും സ്വാധീനം കൊണ്ട് ഇവിടെ ഒരു കാര്യങ്ങളും ഒരു സത്യങ്ങളും മറച്ചു വയ്ക്കപ്പെടരുത്. എല്ലാം പുറത്തേക്ക് വരണം. അതിന് കറക്റ്റായിട്ടുള്ളൊരു ആക്ഷൻ നമ്മുടെ ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കണം. അതിൻ്റെ പരിരക്ഷ നമുക്ക് തീർച്ചയായിട്ടും ലഭിക്കണം. അതിന് ആരൊക്കെ ഇരകളായിട്ടുണ്ടോ, എന്തൊക്കെ ഇരകളായിട്ടുണ്ടോ അവരുടെ എല്ലാ കാര്യങ്ങളും അവർക്കൊരു നീതി ലഭിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഈ പറഞ്ഞൊരു സുപ്രധാന നടൻ്റെ ഇഷ്യൂവിൽ ഒരുപാട് കേസുകളുണ്ട്. എത്ര കേസുകളാണ്. ഈ പറഞ്ഞ ആക്ടറിന് അണ്ണാച്ചിക്ക് ഒരു വലിയൊരു ഗുണ്ടാപട തന്നെയുണ്ട് എല്ലാ സ്ഥലത്തും. അദ്ദേഹം പറയുമ്പോൾ ചെയ്യാൻ അത് എനിക്ക് തോന്നുന്നു അവർ പൊട്ടന്മാരായിട്ടാന്ന് തോന്നുന്നു. നിന്ന നിപ്പിൽ എന്താ പറയുക, അഴയിൽ കിടക്കുന്ന കൗബീനം എന്ന് പറഞ്ഞാൽ പലർക്കും അറിയുമെന്ന് അറിയില്ല. ഞാൻ വാക്ക് പ്രയോഗിച്ചുകൊണ്ട് നാളെ എൻ്റെ പേരിൽ എന്തൊക്കെ വരുമെന്ന് എനിക്കറിയില്ല. 14 കൊല്ലം ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. കൗബീനം കൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു വാക്കാണ്. അതിൻ്റെ 2 വള്ളിയുണ്ട്. അതിൻ്റെ ഒരു കെട്ടിയിട്ട് അഴയമിട്ട് എന്താ അവസ്ഥ എന്നറിയോ? അങ്ങോട്ടും പോകും ഇങ്ങോട്ടും പോകും. ഒരവസ്ഥയാണ് ഈ പറഞ്ഞ സുപ്രധാന നടൻ. അദ്ദേഹം എപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റുന്നത്, എവിടെയാണ് പണി കിട്ടുന്നതെന്ന് ഒരാൾക്ക് പോലും പറയാൻ പറ്റില്ല. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് അറിവുള്ള കാര്യങ്ങളാണ്. അത് ഞാൻ പറയുന്നത് ഈ പറഞ്ഞ അണ്ണൻ്റെ സർജറി ആയിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിലെ കാര്യങ്ങളാണ് ഞാൻ പറയാൻ നിൽക്കുന്നത്. ഇദ്ദേഹം ഇതിനു മുമ്പ് ഇപ്പം നിങ്ങളെല്ലാവരും ഈ മീഡിയ കൂടെ അറിയുന്നതിനേക്കാൾ മുമ്പ് തന്നെ 10 ദിവസം മുമ്പേ ഇദ്ദേഹം അഡ്മിറ്റ് ആയിരുന്നു. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ സ്ഥിതി വളരെ വഷളായിരുന്ന ഒരു സമയമായിരുന്നു. അതിനുശേഷം അതിൽ നിന്ന് അദ്ദേഹം ഏകദേശം റിക്കവറായി വന്നിരുന്നു. ആ സമയത്ത് ഇദ്ദേഹം പുറത്തേക്ക് പോകണം, ഇതേപോലെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ആദ്യമേ പൈസ വാങ്ങിയതാണ്, അവിടേക്ക് പോകണം എന്ന് പറഞ്ഞിട്ടാണ് രണ്ടാമതും ഒരു വെള്ളിയാഴ്ച അവിടുന്ന് ഡിസ്ചാർജ് ആയിട്ട് മൺഡേ വന്ന് നമ്മൾ തിരിച്ച് കയറിക്കോളാം ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് എന്ന രീതിയിലാണ് ഇദ്ദേഹം പോകുന്നത്. അങ്ങനെ ഇദ്ദേഹം അതിനുശേഷം പോയതിന് ശേഷം ഞാൻ 2-3 ഡേയ്സ് ഞാൻ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഞാനും എൻ്റെ കാര്യങ്ങൾക്കായിട്ട് ഞാൻ വീട്ടിലോട്ടും കാര്യങ്ങളും എനിക്ക് കുറച്ച് മീറ്റിംഗ് കാര്യങ്ങൾ പ്രൊഡ്യൂസർ കാണാനും അങ്ങനെയൊക്കെ ആയിട്ട് കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ അവിടെ നിന്ന് പോയി. അപ്പോൾ ആ സമയത്ത് ഇതേപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്ന് ഒരു പയ്യൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പയ്യനൊക്കെ വന്ന് പിക്ക് ചെയ്ത് കൊണ്ടുവന്നതെല്ലാം ഒരു സഹായത്തിന് വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ അവന് ഈ ബീവറേജിലൊന്നും പോയി സാധനമൊന്നും വാങ്ങാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് പ്രായമില്ല, ആ വ്യക്തിക്ക് ഒരു 10-17 വയസ്സൊക്കെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനാണ് പോയത്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു മോർഫ്യൂസോ അങ്ങനെ ഞാൻ 2 ഞാൻ വാങ്ങിക്കൊടുത്തിട്ടാണ് പോയത്. പിന്നെ അതിന് ശേഷം അവിടെ കുപ്പികൾ വന്നിട്ട് ആ ഒരു ആഴ്ചയിൽ ഫുള്ള് ടൈറ്റായിരുന്നു അദ്ദേഹം അടിച്ച്. അപ്പോൾ ഇതേപോലൊരു ക്രിട്ടിക്കൽ ഇതിലിരിക്കുന്ന അദ്ദേഹം പിന്നെ അടിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില എത്രമാത്രം വഷളാവും. അതിനുശേഷം ഇദ്ദേഹം എന്നെ വിളിച്ചു. ആ സമയത്ത് ഞാനവിടെ കാസർഗോഡ് അവിടെ ആണെന്ന് ഒരു ട്രെയിൻ യാത്രയിലാണ്. എടാ ലിജേഷേ, നമുക്ക് ചെന്നൈ വരെ ഒന്ന് പോകണം. നിൻ്റെ ID കാർഡും ആധാർ കാർഡും ഒന്ന് അയക്കി, ടിക്കറ്റ് എടുക്കാനാ എന്ന് പറഞ്ഞു. അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ സൗണ്ടാണ് എനിക്ക് ഇരിക്കുന്നത് കേട്ടോ, വേറെ ഒന്നും വിചാരിക്കില്ലേ. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അയച്ചു കൊടുത്തില്ല എൻ്റെ ഭാഗത്തിന്. അതിനുശേഷം ഞാൻ ഇദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ പറയപ്പെടുന്ന ആ ഗസ്റ്റ് ഹൗസിലോട്ട് ഞാൻ എത്തുകയാണ്.
അവിടേക്ക് എത്തുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. സത്യം പറയാലോ, അണ്ണൻ എനിക്ക് ചോറൊക്കെ വാരി തന്നു. ഞാനും അദ്ദേഹത്തിന് ചോറൊക്കെ വാരി കൊടുത്തു. അപ്പോഴേക്കും ഇദ്ദേഹം വെള്ളത്തിൽ തന്നെയാണ്. ഇദ്ദേഹത്തിന് ലൈം ജ്യൂസ് വേണമെന്ന് പറഞ്ഞു. ഞാൻ ഫ്ലാറ്റിൽ പോയി ഞാനും കൂടെ ഉണ്ടായിരുന്ന ആ പയ്യനും കൂടി ആ സമയത്ത് രാത്രി 11-12 മണി എന്തായപ്പോൾ ഫ്ലാറ്റിൽ പോയി ലൈമൊക്കെ വാങ്ങിക്കൊടുത്ത് ഉണ്ടാക്കിക്കൊണ്ട് ഇദ്ദേഹത്തിന് കൊടുത്തു. അപ്പോൾ ഈ ഇദ്ദേഹം ഉണ്ണിയേട്ടൻ ഫ്ലാറ്റ് കിടന്നിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ രാത്രിക്ക് തന്നെ ഞാൻ അവിടെ നിന്ന് പോരുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ഒരു 11 മണിയോട് കൂടിയൊക്കെയാണ് ഞാനത് അറിയുന്നത്. ഇദ്ദേഹം ഭയങ്കര സീരിയസ് ഒരു കണ്ടീഷനായിട്ട് ഞാൻ ഇതാ അറിയുന്നത്. എന്നെ ആരും വിളിച്ചു പറഞ്ഞില്ല. കാരണം എന്നെ വിളിച്ച് പറയാൻ ഇദ്ദേഹമാണ് വിളിച്ച് പറയേണ്ടത്. പിന്നെ എൻ്റെ ആ സർവൻ്റ് മറ്റേ ആ പയ്യനും എന്നെ വിളിച്ച് പറഞ്ഞു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് എത്തിയപ്പോൾ ഇദ്ദേഹം വല്ലാത്തൊരു ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്. ആ സമയത്ത് ഇതേപോലെ തന്നെ ഡോക്ടർമാരും അവിടുത്തെ അരുൺ ഡോക്ടർ, പിന്നെ അമൃത ഹോസ്പിറ്റലിലെ സ്വാമി, അങ്ങനെ ഒരുപാട് പേര് ഇദ്ദേഹത്തിൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് കെയർ ചെയ്തിട്ടുണ്ട്. പല പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരാൾ നന്നാവാത്തത് നമ്മുടെ കുഴപ്പമില്ല, അദ്ദേഹത്തിന് നന്നാക്കാൻ നമുക്ക് പല രീതിക്ക് നോക്കാം എന്ന് പറയുന്ന പോലെ ഒരുപാട് പേര് അമൃത ഹോസ്പിറ്റലിൽ വളരെയധികം ഈ പറഞ്ഞ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിന് ചെയ്യാവുന്ന എല്ലാ ഫെസിലിറ്റീസും ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹം പറയുന്നത് എനിക്ക് തോന്നുന്നു എലിസബത്തിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് O പോസിറ്റീവാണ്. ഇദ്ദേഹത്തിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് O പോസിറ്റീവാണ്. എന്തുകൊണ്ട് എലിസബത്ത് കൊടുത്തില്ല എന്നൊരു ചോദ്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. എലിസബത്ത് കൊടുക്കാൻ തയ്യാറായിരുന്നു, വാങ്ങാൻ ഇദ്ദേഹം തയ്യാറായിരുന്നില്ല. ഒരു സ്ഥലത്തുനിന്നും ഈ പരിപാടി ലിവർ എന്ന് പറയുന്ന ഒരു സാധനം, കോഴിയുടെ ലിവർ കേട്ടോ, അത് കോഴി എന്താ എനിക്കറിയില്ല ആ സാധനം, അത് കിട്ടില്ല എന്നറിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം വീണ്ടും ഇവരെ സമീപിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത് ഈ എലിസബത്തിനെ ഇവിടേക്ക് കയറ്റരുത് എന്നാണ് പറഞ്ഞിരുന്നത്. ഇത്രയും സീരിയസ് ആയപ്പോഴും ആ പാവം എൻ്റെ പപ്പയും മമ്മിയും എല്ലാവരും കൂടി ആ സമയത്ത് എലിസബത്തിൻ്റെ ഒരു ചേട്ടൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, എന്തോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താ പറയുക, എനിക്ക് അവിടെ ഉണ്ട് അദ്ദേഹം ആ സമയത്ത്. ഇവരെ ആരും കയറ്റി വിടണ്ട എന്നാണ് പറഞ്ഞത് ഈ പറഞ്ഞ സുപ്രധാന ആക്ടർ തന്നെയാണ്. ഈ ആക്ടർ പറഞ്ഞിട്ട് താഴത്തേക്ക് ഈ കാര്യങ്ങൾ അറിയിച്ചതും സെക്യൂരിറ്റി ടീമിനെല്ലാം വിളിച്ച് പറഞ്ഞ് എലിസബത്ത് വരാണെങ്കിൽ കയറ്റി വിടരുതെന്ന് പറഞ്ഞതും ഞാനാണ്. ആര് പറഞ്ഞിട്ട്? സുപ്രധാന നടൻ പറഞ്ഞിട്ട്, അണ്ണ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ക്ലിയർ ആവുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഇത് കൊടുക്കാൻ പറ്റില്ല എന്താ കാര്യങ്ങളെന്ന് പറയുകയാണെങ്കിൽ, സപ്പോസ് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് തലയിലാവും. എവിടെ? നമ്മുടെ അണ്ണാത്തേരെ ബഡ്ജറ്റില്ലേ, മൊത്തം ഇവർ കൊണ്ടുപോകും എന്ന് അണ്ണൻ വിചാരിച്ചു. അപ്പോൾ അണ്ണൻ എന്താ വേണ്ടേ? അണ്ണന് വേണ്ടത് അവിടെ കെയറിങ്ങിന് ഒരാൾ മാത്രം മതി. അപ്പോൾ ആ സമയത്ത് വേറൊരു പുതിയൊരു ഡോണർ വരുന്നു. ഈ സുപ്രധാന നടൻ്റെ ഒരു ജിം ട്രെയിനർ ആയിരുന്ന ഒരാൾ, അവരുടെ ഒരു കൂട്ടുകാരൻ അവരെ ഈ പറഞ്ഞ ആക്ടറുടെ കൂടെയുള്ള മറ്റൊരു എന്താ പറയുക ആക്ടർ അവരുടെ ഒരു കെയർ ഓഫിലാണ് ഇത് തന്നെ. ഞാനാണെങ്കിൽ സത്യമായിട്ട് എൻ്റെ ലിവർ അല്ല ഒരു സാധനം ഞാൻ കൊടുക്കില്ല. 10 വയസ്സാണ്, ചത്തുപോയി എന്ത് ചെയ്യും? ഒരു ഗുണമില്ല അയാൾക്ക് കൊടുത്തിട്ട്. സഹാനുഭൂതി നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, കാശ് കിട്ടിയിട്ടും കാര്യമൊന്നുമില്ല. 25 ലക്ഷം കൊണ്ട് ജീവിതം കിട്ടുമോ? കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, ഇവർ കൊടുക്കാൻ തയ്യാറായിരുന്നു, അതെനിക്കറിയാം. പിന്നെ ലീഗൽ പേപ്പറിൽ ഒരിക്കലും ഈ എലിസബത്ത് ലീഗലായിട്ടല്ല മാരേജ് കഴിഞ്ഞിട്ടുള്ളത് ഇവരുടെ. ആ സത്യം ഞാൻ അറിയുന്നത് ആ സമയത്താണ്. കാരണം അവിടെ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ല, ഈ പറഞ്ഞ സുപ്രധാന നടൻ്റെ വൈഫാണ് എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് അത് എലിസബത്തിൻ്റെ ഒരു ആവശ്യം വന്നില്ല. അപ്പോൾ എലിസബത്ത് അവിടെ നിന്ന് എന്തായി? കെയർ ടേക്കർ. ഓക്കെ, അപ്പോഴും ഇദ്ദേഹം കേട്ടോ നമ്മളോട് പറയുന്നത് എന്താ? എലിസബത്തിനെ കയറ്റരുത്, അവൾ ലൂസ്. അത് കഴിഞ്ഞിട്ട് അതേ അറ്റ് എ ടൈമിൽ മച്ചാൻ എന്ത് ചെയ്യണേ? കോളാണ് രാത്രി കിടന്നിട്ട്. ആർക്ക്? എലിസബത്തിന്. ഇത് എലിസബത്ത് പറയുമ്പോഴാണ് നമ്മളറിയുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് ഇദ്ദേഹത്തിൻ്റെ പരിപാടി? ഇദ്ദേഹത്തിൻ്റെ എന്താ പറയുക, വല്ലാത്തൊരവസ്ഥയിൽ ഞാൻ സ്വന്തം ചേട്ടനെ പോലെ ഞാൻ കരുതിയിരുന്നത്. നമ്മുടെ ഒരു ചേട്ടൻ ഒരു അസുഖ കാര്യങ്ങളൊന്നും നമ്മൾ കൂടെ നിൽക്കും. അങ്ങനെയാണ് ആദ്യത്തെ 10 ദിവസം ഞാൻ നിന്നത്. എന്നിട്ടാണ് ഞാൻ 25 ലക്ഷം എടുത്ത് ഓടിപ്പോയ ഒരാളായത് കേട്ടോ. അതിനുശേഷം ഇത് കേട്ടിട്ടും ഞാൻ എൻ്റെ ദുഃഖവെള്ളിയും ഈസ്റ്ററും പെസഹവ്യാഴവും കളഞ്ഞിട്ട് ഞാനും എൻ്റെ സഹോദരിയായ എലിസബത്തും പിന്നെ സുപ്രധാന കൂട്ടുകാരനായ വേറൊരു ആക്ടറും ഞങ്ങൾക്കൊന്നും അവിടെ നിൽക്കാൻ പ്രാന്തൊന്നുമില്ല, ഓളമില്ല. പക്ഷെ സുപ്രധാന കൂട്ടുകാരൻ നിന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. അത് ബെസ്റ്റ് ഒരു ടൈപ്പായിരുന്നു. ആ മച്ചാനെ പറ്റി ഞാൻ ഒരിക്കലും അങ്ങനെ വിചാരിച്ചില്ല. അത് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഈ ഡോണറില്ലേ, ഈ നമ്മുടെ പ്രധാന ആക്ടറുടെ എല്ലാ പേപ്പർ വർക്ക് കാര്യങ്ങൾ, ഹൈബീഡിൻ്റെ അവിടെ പോയിട്ട് നമുക്കൊരു ലെറ്റർ വാങ്ങണം.
പിന്നെ വില്ലേജ് ഓഫീസിൽ പോകണം. വില്ലേജ് ഓഫീസിലൊക്കെ ചെന്നപ്പോൾ ഈ സുപ്രധാന നടൻ പറഞ്ഞു, അവിടെ പോയാൽ മതി, വളരെ പെട്ടെന്ന് കിട്ടും എന്ന്. അവിടെ ചെന്നപ്പോൾ വില്ലേജ് ഓഫീസർ ചോദിക്കും, ഇയാളാരാന്ന്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇവിടെ വലിയ കാര്യമായിട്ടുള്ള പ്രൂഫോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിന് കുറേ ലീഗൽ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പേപ്പർ വർക്കിന് വേണ്ടിയിട്ട് ഞാനും എൻ്റെ ഒരു സുഹൃത്തുമാണ്. അപ്പോൾ ഞാൻ ഈ സുഹൃത്തുക്കളെ എന്ന് പറയുകയാണെങ്കിൽ 2-3 പേരുണ്ട് സിനിമയിൽ ഉൾപ്പെടുന്നു. അല്ലാതെ ഇവരൊക്കെ ഞാൻ പറയുന്നതിനെ അനുകൂലിച്ച് പറയുമെന്ന് എനിക്കറിയില്ല. അതെനിക്കൊരു ഉറപ്പില്ല. കാരണം അവർ തമ്മിലുള്ള ബന്ധവും ഞാൻ തമ്മിലുള്ള ബന്ധവും ഞാൻ അദ്ദേഹത്തിനെ അറിയുന്നത് ഈ പറഞ്ഞ പോലെ വളരെ കുറച്ച് നാളുകളാണ്. എന്തായിരിക്കും ഇനി എനിക്ക് വരുന്നതെന്ന് എനിക്കറിയില്ല. ഇവരൊക്കെ എൻ്റെ കൂടെ നിൽക്കുമെന്ന് അറിയില്ല. പക്ഷെ ഞാൻ കണ്ടത് പറയും. ഞാനാണ് അത് ചെയ്തിരുന്നത്. അമൃത ഹോസ്പിറ്റലിലെ CCTV വരെ നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ കാണാം. അത്ര ദിവസം ഞാൻ പോയത്, എത്ര തവണ ഞാൻ പുറത്തോട്ട് ഇറങ്ങിപ്പോയിന്ന് അകത്തോട്ട് ഇറങ്ങിപ്പോയിന്ന് അവിടുത്തെ സെക്യൂരിറ്റിമാർ തുടങ്ങി എല്ലാവർക്കും അറിയാം. മീഡിയ കവർ ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാനവിടെ പൂർണ്ണമായിട്ട് ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ നില അത്യാവശ്യം സെറ്റായി കുഴപ്പമില്ലാത്തൊരു രീതിയിൽ. അപ്പോൾ ഈ ഡോണേഴ്സിനെല്ലാം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഡോണേഴ്സിനെ നോക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ഏകദേശം എത്രയോ കൊല്ലം മുമ്പ് തമിഴ്നാട്ടിൽ ഇത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് ഡോക്ടർമാരോടൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ ഒരു അസുഖം ഉണ്ടെന്നും ഇത് മാറ്റി വെക്കണമെന്നും ഇദ്ദേഹത്തിന് നല്ല രീതിയിൽ അറിയായിരുന്നു. ഇദ്ദേഹത്തിന് വേണ്ടത് ഫ്രീ ലിവർ ആയിരുന്നു. ഓക്കെ, ഫ്രീ ആയിട്ട് എവിടെയാണ് കിട്ടുന്നത്. പക്ഷേ നമ്മൾ കാശൊന്നും കൊടുക്കില്ല. മറ്റേ നമ്മുടെ കൊച്ചിൻ ഹനീഫ് പറഞ്ഞ പോലെ പാൻറ്റ് വേണം, 1000 കാശ് തരുള്ളൂ എന്ന് പറയുന്ന ഒരു രീതിയിലാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് രാത്രി ഇത്രയും ക്രിട്ടിക്കലായി കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ ആ തമിഴ് പയ്യനെ അവിടെ നിർത്തിയിട്ട് ഞാൻ ഫ്ലാറ്റിലോട്ട് മടങ്ങി പോവാണ്. ഈ സുപ്രധാന നടൻ്റെ ഫ്ലാറ്റിലോട്ട് മടങ്ങി പോവാം. അവിടെ എത്തിക്കഴിഞ്ഞ് 2 മണിയായപ്പോൾ എനിക്ക് കോൾ വരാണ്. രാത്രി 2 മണിക്ക് ഈ പറഞ്ഞ ആക്ടർ വൊമിറ്റ് ചെയ്തു, ഒരുപാട് ബ്ലഡ്. അപ്പോൾ ആ പയ്യൻ വൊമിറ്റ് ചെയ്തതിൻ്റെ ബ്ലഡിൻ്റെ എല്ലാം ഫോട്ടോ എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നു. എനിക്ക് അയച്ചു തന്നത് ഞാൻ എലിസബത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ സമയത്താണ് ഇദ്ദേഹം എലിസബത്തിനെ വിളിക്കുന്നത്. എലിസബത്ത് ഇല്ലാതെ പറ്റില്ല എന്ന രീതിയിൽ എലിസബത്ത് അവിടെ നിന്ന് തുടങ്ങിയാണ് എൻ്റർ ആവുന്നത്. അവിടെ നിന്ന് തുടങ്ങി എലിസബത്ത് ഉണ്ട്. ഓക്കെ, എന്താ പറയുക, ഈ അണ്ണൻ്റെ കാര്യത്തിൽ ഇതേപോലെ വന്നപ്പോൾ അണ്ണൻ തന്നെ വിളിച്ചു വരുത്തി, നിങ്ങളില്ലാതെ ഞാൻ ഇതിലോട്ട് പോകില്ല എന്നൊരു രീതിയിൽ പോയി. അവിടെ നിന്നാണ് ഈ പറഞ്ഞ എലിസബത്ത് അവിടേക്ക് എൻ്റർ ആവുന്നത്. അവിടെ നിന്നാണ് ഞാൻ ഈ എലിസബത്തിനെ പറ്റിയുള്ള എൻ്റെ സഹോദരി എന്നോട് കുറേ കാര്യങ്ങൾ തുറന്നു പറയുന്നത്. അവിടെയാണ് ഞാൻ അവരോട് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ലൂസാണോ വട്ടാണോ എന്നൊക്കെ ഞാൻ നിങ്ങളോട് ചോദിച്ചു. വേറെ ഒന്നും ചോദിക്കരുത്. അവർക്ക് ഞാൻ ഒരു ഉപദേശം കൊടുത്തു. അവർ പറഞ്ഞ കുറേ കഥകൾ അതിൽ ഞാൻ മനസ്സിൽ അടക്കി പിടിച്ച് നടന്നു. കൊല്ലം 2 ഇപ്പോഴെങ്കിലും അത് പറയണം. ഒരാൾ ഇത്രയൊക്കെ ഇരുന്ന് പറഞ്ഞിട്ട്, കാരണം ഇത് ഞാൻ നേരിട്ട് വന്ന് പറഞ്ഞൊരു കാര്യമില്ല, അവർ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് കണ്ടപ്പോഴാണ് ഞാൻ ഈ പ്രഹസനങ്ങൾ കണ്ടുകൊണ്ടിരിക്കാൻ വയ്യ. ആക്ടറിൻ്റെ വളരെ ഓവറാണ്. മലയാളികൾ എന്താ മണ്ടന്മാരോ? അല്ല, മനുഷ്യന്മാരെല്ലാവരും മണ്ടന്മാരാണോ? തമിഴ് എന്തും ആയിക്കോട്ടെ, ഏത് സ്റ്റേറ്റ് ആയിക്കോട്ടെ, ഏത് സ്റ്റേറ്റിൽ പോയാലും ഇന്ത്യയിലുള്ള എവിടെ പോയാലും നമുക്കൊരു ന്യായം കിട്ടണ്ടേ, ഒരു നീതി കിട്ടണ്ടേ? ഇദ്ദേഹത്തിൻ്റെ ഡോണറിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആലപ്പുഴയിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നത് ഇദ്ദേഹത്തിൻ്റെ അമ്മയുടെ അനിയത്തിയും അവരുടെ ഹസ്ബൻഡുമാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അതൊക്കെ നിങ്ങൾ ആ ഫോട്ടോയിൽ കണ്ടറിയാം. പിന്നെ എന്തോ മനഃപൂർവ്വം ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഈ സർജറിയുടെ സമയത്ത് എന്തിനാണ് ഒരു കേക്ക് പ്രഹസനം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. എന്നോട് പറഞ്ഞ് ഞാനാണ് കേക്ക് വാങ്ങിയത്. ഈ സുപ്രധാന നടൻ ആ റൂമിൽ വെച്ചിട്ട് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ഭംഗിയുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പാസമെല്ലാം ഒഴുക്കിയിട്ടൊരു വീഡിയോ. ആ വീഡിയോ എടുത്തത് ഞാനാണ്. അതിൽ മറ്റുള്ള ആൾക്കാരെല്ലാം, അവിടെ വന്ന ആൾക്കാർ അവരെല്ലാം വന്നത് ഇതിന് അമ്മയ്ക്ക് വരാൻ പറ്റില്ല, അപ്പോൾ അതുകൊണ്ട് അമ്മയ്ക്ക് ബദലായിട്ട് അമ്മേരെ അനിയത്തി വരുന്ന രീതിയിലാണ് അവിടെ ബാക്കി എല്ലാ പ്രൊസീജിയറും നടന്നു പോയിരുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ വളരെ വ്യക്തമായിട്ട് ഇത് എവിടെ പറയാൻ ഞാൻ തയ്യാറാണ്. പിന്നെ അതുപോലെ തന്നെ ഡോണറിന് ഇത് ഞങ്ങൾ സംസാരിച്ച്, ഡോണറിന് നമ്മൾ പണം കൊടുക്കണമല്ലോ. പണം കൊടുക്കുന്ന സമയത്ത് ഇദ്ദേഹം ഒരു കട്ടിലുമ ചമ്മരം അടിച്ചിരുന്ന് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, അവർ ഈ സുപ്രധാന നടൻ്റെ സുപ്രധാന കൂട്ടുകാരൻ, പേരൊന്നും പറയില്ല കേട്ടോ, സുപ്രധാന കൂട്ടുകാരനും ഞാനും കൂടി ഇരിക്കുമ്പോൾ ഞങ്ങൾ പറയാണ് 25 ആണ് പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വേറെ സ്ഥലത്ത് ഇത് അവൈലബിൾ ആവോ എന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് സ്ഥലത്തൊക്കെ ഞാൻ നോക്കിയായിരുന്നു. അപ്പം അങ്ങനെ ഏജൻറ്റുമാരുടെ അവരുടെ അടുത്ത് അങ്ങനെ നോക്കിയപ്പോൾ അവർ പറയുന്ന, ഞാൻ ആരാ ആൾ എന്നൊന്നും ഞാൻ പറഞ്ഞില്ല, ജസ്റ്റ് എന്താണ് ഇതിൻ്റെ ഒരു റേറ്റ്, ഇവർ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ റെഡി ആണെന്ന് അറിയാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചപ്പോൾ ഏകദേശം ഒരു 25 lakhs നമുക്ക് തന്നെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇദ്ദേഹം കട്ടിലിരുന്നിട്ട് ചോദിക്കുക, ഇദ്ദേഹത്തിന് റയർ ഗ്രൂപ്പായ ഒരു ഇതിൽ നിന്ന് ഇദ്ദേഹത്തിന് വേണ്ട ഒരു ഓർഗൻ കിട്ടി. എന്നിട്ട് ഇയാൾ പറയാണ്, 25 ലക്ഷം കേൾക്കറടാ, എന്നെ എല്ലാവരും കൂടി പറ്റിക്കാനോടാ. ഇതാണ് ഇദ്ദേഹം ചോദിക്കണേ. സ്വന്തം ശരീരത്തിലെ അദ്ദേഹം തന്നെ കുടിച്ച് നശിപ്പിച്ചൊരു സാധനം റീപ്ലേസ് ചെയ്യാൻ ഒരാൾ തരാമെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്ന വിലയാണ്. ഇദ്ദേഹമാണ് നമ്മുടെ ഒരു
റെമ്യൂണറേഷൻ കേസിൽ എനിക്ക് ഒരു ദിവസം 1,00,000 രൂപ. എന്താ അല്ലേ? ഞാൻ പറയട്ടെ, എനിക്കറിയില്ല, ഞാനിത് ഇപ്പോൾ ഞാൻ പറയുന്നത് സത്യം പറഞ്ഞ് ഈ ഇദ്ദേഹത്തിൻ്റെ പ്രഹസനങ്ങൾ കാണുമ്പോൾ കമ്മീഷണർ ഓഫീസിന് മുമ്പിൽ നിന്ന് വരെ ഇതേപോലെ പറയുമ്പോൾ നമ്മുടെ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുകയാണോ എന്നെനിക്ക് തോന്നിപ്പോണ്ട്. എന്താ അത്? നമ്മുടെ ഈ നാട്ടിൽ ജീവിക്കുന്ന സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഇരകളാവുന്ന സ്ത്രീകൾക്ക് ഒരു സുരക്ഷയില്ല ഇവിടെ. മാപ്രകളൊക്കെ എന്ത് ചെയ്യാണ്? യൂട്യൂബുകാർ മാത്രമേ ഉള്ളൂ ഇവിടെ ഒരു കാര്യം കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. കീഴ്വായു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്പോൾ വരും, ലൈവിൽ വരും, അല്ലാതെ കേസെടുക്കും. ഒരു പെൺകുട്ടി ഇരുന്നിട്ട് അവർക്ക് ഉണ്ടായ അനുഭവങ്ങൾ വ്യക്തമായിട്ട് ക്ലാരിറ്റിയോട് കൂടി തെളിവുകൾ അവരുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് സ്വമേധയെ കേസെടുക്കാൻ ഇവിടെ ആരും തയ്യാറാവുന്നില്ലെന്ന്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ഉറപ്പ്? ഒരു രക്ഷയില്ല, ഒന്നുമില്ല. ഇദ്ദേഹത്തിൻ്റെ പണവും മദ്യവും സ്വാധീനവും ഉപയോഗിച്ചിട്ട് ഒരുപാട് യൂട്യൂബ് കുടിക്കാനൊക്കെ കുറേ കൊടുത്തു കഴിഞ്ഞാൽ 2 വീഡിയോ, അത് ചെറിയ പിള്ളേരാണ്. ഇപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ ഒരു ഫോൺ ഉണ്ടെങ്കിൽ എന്തും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഒരു ചാനൽ തുടങ്ങണം, അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ള ആൾക്കാർ ഒരുപാട് പേര് ഒരു ബൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇദ്ദേഹം അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് അവരവരുടെ വീഡിയോസിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് ഉപയോഗിക്കുന്നുണ്ടാകാം. ഇദ്ദേഹം അവർക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടാവാന്നല്ല, ഉണ്ട്, അതെനിക്കറിയാവുന്നതാണ്. പിന്നെ ഇദ്ദേഹത്തിന് ഒരു അവാർഡ് കിട്ടിയായിരുന്നു ആ സമയത്ത്, നമ്മുടെ ദർബാർ ഹാളിൽ വെച്ചിട്ടെന്തോ. ആ അവാർഡ് കിട്ടിയത് ഞാൻ ഏതൊരു തരത്തിൽ ഞാൻ ചിന്തിച്ചിട്ട് ആ സമയത്ത് സമീപകാല പടത്തിൽ ഇദ്ദേഹത്തിന് എന്തിനെന്ന് എനിക്ക് തോന്നിപ്പോയിരുന്നു. വളരെ വിവാദമായ ഒരു സിനിമ, ഞാൻ പേരൊന്നും പറയാൻ പറ്റുന്നത്, ഭയങ്കര പ്രശ്നമാണ് നമുക്ക് സംസാരിക്കാൻ. വിവാദമായിട്ടുള്ള ഒരു പ്രസ്താവന റെമ്യൂണറേഷൻ തുടർന്നുള്ള ആ സിനിമയുടെ പ്രകടനത്തിനാണ് ഇദ്ദേഹത്തിന് അവർ അവാർഡ് കൊടുത്തത്രേ. എന്താ അല്ലേ? നിങ്ങൾ ആ പടം കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇദ്ദേഹത്തിനെ മാറ്റിയിരുന്നെങ്കിൽ ആ പടം വിജയിച്ചേനെ, അല്പം കൂടി ഒരു നല്ലൊരു ഗ്രാഫിലോട്ട് ഉയർന്നേനെ എന്ന് എനിക്ക് തോന്നുന്നു. മനോജ് കെ ജയൻ തന്നെയായിരുന്നു നല്ലത്. മനോജ് അണ്ണനൊക്കെ ശരിക്കും പൊളിച്ചേനെ. ഈ എണ്ണം വന്ന് കളഞ്ഞുപോയി, എല്ലാം പോയി. അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു കാര്യം. പൈസ കൊടുത്തിട്ടുണ്ടോയെന്ന് വെച്ചാൽ പൈസ കൊടുത്തിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തമിഴ്നാട്ടിലാണ് പരിപാടി നടന്നിട്ടുള്ളത്. ബ്ലാക്ക് ആണോ വൈറ്റ് ആണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല, നടന്നിട്ടുണ്ട്. അല്ലാതെ ആരും, എനിക്ക് തോന്നുന്നില്ല, നിങ്ങളാണെങ്കിലും ആരാണെങ്കിലും വെറുതെ ഒന്നും ആരും ലിവറൊന്നും കൊടുക്കില്ല. പ്രാന്ത നമുക്ക് ആരും കൊടുക്കില്ല. അപ്പോൾ അതിൽ നടന്നിട്ടുണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ. ഇതൊക്കെ വലിയ കുറ്റകൃത്യങ്ങളാണ്. ഈ കുറ്റകൃത്യങ്ങളിൽ ഞാനൊരു സ്ഥലത്തും, എനിക്കിതെല്ലാം അറിയാം എന്നല്ലാതെ, അത് മാത്രമേ ഞാൻ പറയുള്ളൂ, ഞാനൊരു സ്ഥലത്തും പങ്കാളിയായിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ. ഇത് നിങ്ങളോട് ഇപ്പോഴെങ്കിലും പറയണം, അല്ലെങ്കിൽ എനിക്കിത് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ ഇത് സാധനം എവിടെ പോയി പറഞ്ഞാൽ ഇതൊക്കെ വാലിഡ് ആയിട്ടൊരു പേപ്പറിൽ എഴുതിയെടുക്കുമോ എന്താണ് അതിൽ വന്നതെന്നൊന്നും എനിക്കറിയില്ല. നമുക്കൊരു ക്ലാരിറ്റി ഇല്ല. സൊസൈറ്റി സിസ്റ്റം ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒട്ടും ശരിയല്ല. പണം സ്വാധീനമാണ് ഇവിടെ മേൽക്കോയ്മ എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. റീസെൻ്റായിട്ട് നമ്മൾ എത്രയോ കാര്യങ്ങൾ കാണുന്നു. കണ്ണി പൊടിയിടുന്ന കുറേ തന്ത്രങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇനിയും അനുഭവിച്ചു കൊടുത്തൂല. ഇത് ഇത്രയും ആൾക്കാർ ഇത്രയും സത്യം അറിഞ്ഞിട്ട് ഒരു എന്താ അത്? എന്ത് നാടാണോ ഇത്? കേരളത്തിലൊക്കെ എങ്ങനെ ജീവിക്കുന്നത്? പിന്നെ ഈ സുപ്രധാന ആക്ടർ പറയുന്നുണ്ടായിരുന്നു, ഏതോ ഒരു പെൺകുട്ടിക്ക്, അത് മാധ്യമക്കാർ, എനിക്കറിയില്ല മാധ്യമക്കാർ പൊട്ടന്മാരാണെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം അവർ പറയാൻ വരുന്നത് എൻ്റെ പേരില്ല, ഞാൻ റേപ്പ് ചെയ്ത്, അത് എൻ്റെ ആളെ നെക്സ്റ്റ് പോകുന്ന പരിപാടി എന്താണെന്നറിയാം, ഞാൻ റേപ്പ് ചെയ്തു, അത് ചെയ്തു, ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജിലെ എത്തിക്കൊടുത്തുനിന്ന്. കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയി സാധാരണക്കാർ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലൊക്കെ പോയിട്ട് കാശ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർക്കാർ ആശുപത്രിയിൽ പോണത്. അവിടെ ക്രമേണ പൈസ കുറവായിരിക്കും ഉണ്ടാകുന്നത്. എൻ്റെ അറിവിൽ ഇദ്ദേഹം അങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം ചിലപ്പോൾ ഒരു എറണാകുളം മെഡിക്കൽ കോളേജിലുള്ള ഒരു ഡോക്ടറെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഇന്നൊരാൾ വരുമ്പോൾ ഗവനിച്ചോളൂ എന്ന് പറയുന്നുണ്ട്. ഗവനിക്കുക എന്ന് പറഞ്ഞാൽ ഓക്കെ, നമ്മുടെ ആക്ടർ പറഞ്ഞിട്ട് വരുന്നതാണ് എന്നുള്ള ഗവനം മാത്രമേ കിട്ടുള്ളൂ, അല്ലാതെ വേറെ പൈസ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ വ്യക്തി ഒരുപാട് ചാരിറ്റി ഒക്കെ ചെയ്യുന്നുണ്ട്. എപ്പോൾ പോയാലും ഒരു കൊട്ട മണ്ണിലാവുന്നാലും 100 കൊട്ട മണ്ണിലാവുന്നാലും നിങ്ങൾ കിട്ടുന്ന തുക ഒന്ന് തന്നെ 10,000. അത് വിട്ട് അവിടെ നിന്ന് വരില്ല. അതിന് ഇദ്ദേഹം ഒരുപക്ഷെ സോഷ്യൽ മീഡിയ കാര്യങ്ങളിലിട്ടിട്ട് വൈറലാക്കി അതാക്കും. ആരെങ്കിലും ഒരാൾ, ഞാൻ പഠിച്ചിട്ടുള്ളത് വലം കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടം കൈ അറിയരുതെന്നാണ്. നമ്മളൊരു ചാരിറ്റി ആണെങ്കിൽ എന്തിനാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കാനാണോ ചാരിറ്റി? ഞാനങ്ങനെ ചെയ്യില്ല. എത്രയോ ആൾക്കാർ, എത്രയോ നടന്മാർ ചെയ്തിരുന്നു, എത്രയോ അവർക്ക് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്പന അർത്ഥം കിട്ടിയ അർദ്ധരാത്രിക്ക് കുട പിടിക്കുന്നത് കേട്ടുണ്ടോ? അതാണ് ഈ ഐറ്റം.
പിന്നെ പറയാനുള്ളത് ഈ തോക്കിൻ്റെ കാര്യം നമ്മൾ പരാമർശിച്ചിരുന്നല്ലോ, ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ അമൃത ഹോസ്പിറ്റലിൽ ഇദ്ദേഹം അഡ്മിറ്റ് ആവുന്ന ഫുൾ ടൈമിലും അതിനൊക്കെ മുമ്പ് പോയ സമയത്തും 2 തോക്കും ഇദ്ദേഹത്തിൻ്റെ ബാഗിലുണ്ട്. ആ സമയത്ത് ബാഗല്ല, വലിയൊരു സ്യൂട്ട് കേസായിരുന്നു. ആ സ്യൂട്ട് കേസിൽ ഈ 2 സാധനമുണ്ട്. കാരണം അദ്ദേഹത്തിന് പേടിയുണ്ടാകാം, അദ്ദേഹത്തിൻ്റെ ജീവനെ പറ്റി പേടിയുണ്ടാകാം, അല്ലെങ്കിൽ ഇനി മറ്റുള്ളവരെ എന്താണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ കൈവശം എപ്പോഴും 2 തോക്ക് ഉണ്ടാവാറുണ്ട്. ഒരു ഒറിജിനൽ എന്ന് പറയുന്നത് എന്താ പറയുക, എയർ ഗൺ പോലത്തെ ഒരു സംഭവം, പിന്നെ വേറൊന്നും. ഇത് തലോണയുടെ അടിയിൽ വെച്ചിട്ടാണ് അദ്ദേഹം കിടക്കാറുള്ളത്. പലപ്പോഴും ഞാൻ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ താമസിക്കുന്ന സമയത്ത് എന്താ പറയുക, സിറ്റൗട്ട് പോട്ടെ, എന്താ പറയുക, പുറത്താണ്, മുറിക്ക് പുറത്താണ് ഈ സംഭവം തൂക്കിയിരിക്കുന്നതെങ്കിൽ അത് എടുത്തുകൊണ്ട് വരാൻ എന്നോട് പറയാറുണ്ട്. ഞാനതെടുത്ത് അദ്ദേഹത്തിന് കൊടുക്കാറുണ്ട്. അദ്ദേഹം തലോണയുടെ അടിയിൽ വെച്ചിട്ടാണ് കിടന്നുറങ്ങാറ്. പിന്നെ പറയാനുള്ളത് റെമ്യൂണറേഷൻ. UMF എന്ന് പറഞ്ഞ ഉണ്ണി മുകുന്ദൻ്റെ കമ്പനി, പ്രൊഡക്ഷൻ കമ്പനിയിൽ നിന്ന് നമ്മൾ ഈ ഡൊണേഷനൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ ഈ 6 മാസത്തെ 1 ഇയറൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കണം. നമ്മൾ പണമൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടില്ല എന്ന് പറഞ്ഞ് ഡോണറും കാണിക്കണം, ഈ നമ്മൾ സ്വീകരിക്കുന്ന ആളും കാണിക്കണം. അപ്പോൾ അത്തരത്തിൽ കാണിച്ചപ്പോൾ ഞാനാണ് ഈ HDFCയുടെ അങ്ങനെ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ നമ്മൾ 2-3 ബാങ്കിൻ്റെ വാങ്ങിയിരുന്നു. അതിൽ കൊള്ളാവുന്ന ഒരു ഇത് നോക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത്തരത്തിൽ കൊടുത്ത സമയത്ത് ഞാൻ വെറുതെ പേജ് മറിച്ച് നോക്കിയപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് റെമ്യൂണറേഷൻ്റെ കാര്യം. ഇദ്ദേഹത്തിന് ഈ റെമ്യൂണറേഷൻ ഈ പറഞ്ഞ UMF എന്ന് പറഞ്ഞ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വ്യക്തമായി അദ്ദേഹത്തിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റിൽ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന നുണയല്ലേ? എന്തൊക്കെ നുണകൾ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? ഇദ്ദേഹത്തിൻ്റെ പ്രീവിയസ് വീഡിയോസ് എല്ലാം എടുത്ത് നോക്കി ഇദ്ദേഹം കാണിക്കുന്ന എല്ലാത്തിലും അറിയാം. ഒരേ പാറ്റേൺ ആണ് ഇദ്ദേഹം സംസാരിക്കുന്നതെല്ലാം. ഇദ്ദേഹത്തിനോട് ഒരു അലിഗേഷൻ വന്നാൽ അപ്പം തന്നെ അലിഗേഷനെ പറ്റി സംസാരിച്ച് തുടങ്ങിയതിന് ശേഷം നെക്സ്റ്റ് ഇയാൾ പറയുന്നത് ആരെങ്കിലും ചാരിറ്റി ചെയ്ത കാര്യമായിരിക്കും. നിങ്ങളിതെല്ലാം കേട്ടിട്ടൊന്ന് പറയട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതൊക്കെ അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. ഇവരൊക്കെ കൂറുമാറും എന്നെനിക്ക് നല്ല ഉറപ്പാണ്. ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങളെന്തായാലും ഇത്ര പേര് വീഡിയോസ് കാണുന്നതെന്ന് അറിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി, താഴെ ഒരുപാട് കമൻറ്റ്സ് ആയിരുന്നു. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. എനിക്കറിയില്ല ഞാനിത് എത്ര വീഡിയോ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റും, എൻ്റെ ചാനൽ ബാനായി പോവോ, റിപ്പോർട്ട് അടിച്ച് കളയോ, ഒന്നും എനിക്കറിയില്ല. പക്ഷേ അതാണ് ഞാൻ നിങ്ങളോടെല്ലാം ഷെയർ ചെയ്യാൻ തന്നെ. ആരൊക്കെ മാറിയാലും ഞാൻ മാറില്ല. ഞാൻ ഈ പറഞ്ഞ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കുന്നു. കാരണം ഇതിപ്പോൾ ഈ പറഞ്ഞ അണ്ണന് ചിലപ്പോൾ എന്നെ എന്താ പറയുക, കൊല്ലാൻ പറ്റിയിരിക്കും, തോൽപ്പിക്കാൻ പറ്റില്ല. ഞാൻ പറയും, എവിടെയും പറയും, 100%. കാരണം ഞാനത് പറയണം. അല്ലെങ്കിൽ ഇന്ന് ഈ എൻ്റെ സഹോദരി എലിസബത്തിന് സംഭവിച്ചത്, അല്ലെങ്കിൽ അതിനേക്കാൾ മുമ്പ് മറ്റാളുകൾക്ക് സംഭവിച്ചിട്ടുള്ളത് ഇവിടെ തുടരും. അത് ഒരിക്കലും നമ്മൾ അനുഭവിച്ചു കൊടുക്കേണ്ട കാര്യമല്ല. പ്രതികരിക്കണം, നിങ്ങളെല്ലാവരും പ്രതികരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു. ചെകുത്താനുണ്ടായ ഒരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്. ചെകുത്താനത് വീഡിയോയിൽ പറഞ്ഞ എത്രമാത്രം സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ആ വീഡിയോനെ ബേസ് ചെയ്താണ് പറയുന്നത്. ഒരു അലിഗേഷൻ ചെകുത്താൻ നേരെ വന്നു കഴിഞ്ഞപ്പോൾ ചെകുത്താനോട് പിറ്റേ ദിവസം എന്തോ പോലീസ് സ്റ്റേഷനിലോ അങ്ങനെ എന്തോ വന്ന് ഹാജരാവാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അയാൾ അദ്ദേഹത്തിൻ്റെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ, നിങ്ങൾക്ക് അതിൽ നോക്കി അറിയാം, ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഓക്കെ സാർ ഇതേപോലെ തന്നെ. അപ്പോൾ തൊട്ട് പിന്നാലെ വന്നത് എല്ലാ ചാനലുകളിലും ഈ പറഞ്ഞ ചെകുത്താൻ എന്ന് പറഞ്ഞ വ്യക്തി ഒളിവിൽ പോയിരിക്കുന്നു എന്നൊരു വാർത്തയാണ് വന്നത്. എന്നിട്ട് ഇദ്ദേഹത്തിന് കോട്ടയത്തോ ചെങ്ങന്നൂരാണ്ടുള്ള വീട്ടിൽ വാതിൽ ചവിട്ടി പൊളിച്ചിട്ടാണ് ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തത്. പിറ്റേ ദിവസം ഞാൻ സ്റ്റേഷനിൽ വന്നോളാം എന്ന് പറഞ്ഞൊരു വ്യക്തിനെയാണ് തലേ ദിവസം ഇവർ പോയി. ഇതൊക്കെ എന്ത് പ്ലാനിങ് ആണെന്ന് എനിക്കറിയില്ല. ഒരു കാര്യം ഞാൻ പറയാം, എൻ്റെ വീടിന് വാതിലിന് ഉറപ്പ് കുറവാണ്. വിളിച്ചാൽ മതി. ഈ പറഞ്ഞ സുപ്രധാന നടന് എൻ്റെ നമ്പർ അറിയാം. അത് പോലീസിനാണെങ്കിലും ആർക്കാണെങ്കിലും കൈമാറി കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴാണോ വിളിക്കുന്നത് ആ സമയത്ത് നിങ്ങളുടെ അടുത്ത് വന്ന് ഹാജരാവാൻ, നിയമം അനുസരിച്ച് ഹാജരാവാൻ ഞാൻ തയ്യാറാണ്. ആരും എൻ്റെ വാതിൽ ചവിട്ടി പൊളിക്കരുത്, വിലക്കുറവുണ്ട് പ്ലീസ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം റൈറ്റാ റോങ് ആണ് நீங்கள் இதெல்லாம் சொல்ல. ஓகே, എൻ്റെ തമിഴ് അത്ര ഫ്ലുവൻ്റ് അല്ല, കൊഞ്ചം താൻ കിടച്ചത് അണ്ണൻ കിட்ட. ഓക്കെ.